ഗുഡ് ഈവനിംഗ്. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. UGC നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ 6 ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വെച്ചതായി വിവരം. പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുൻപാണ് ചോദ്യപേപ്പർ ചോർന്നത്. ഡാർക്ക് വെബ് എൻക്രിപ്റ്റ് ചെയ്ത സമൂഹമാധ്യമങ്ങൾ വഴിയും ചോദ്യപേപ്പർ ചോർന്നതായി വിവരമുണ്ട്. ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയത്. വിഷയത്തിൽ അന്വേഷണം CBIക്ക് ഉടൻ കൈമാറുകയും ചെയ്തു. ഇന്നലെ FIR രജിസ്റ്റർ ചെയ്ത CBIയുടെ പ്രാഥമിക അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. നെറ്റ് പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുമ്പ് ചോദ്യപേപ്പർ ചോർന്നു. ചോദ്യപേപ്പർ ആവശ്യക്കാർക്ക് 6 ലക്ഷം രൂപയ്ക്കാണ് വിറ്റത്. ഡാർക്ക് വെബിലൂടെയും എൻക്രിപ്റ്റ് ചെയ്ത സമൂഹമാധ്യമങ്ങൾ വഴിയുമാണ് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത്. എന്നാൽ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുള്ള ഉറവിടം ഇതുവരെയും വ്യക്തമായിട്ടില്ല. പിന്നിൽ പ്രവർത്തിച്ച വൻ റാക്കറ്റിനെതിരെയുള്ള CBI അന്വേഷണം പല സംസ്ഥാനങ്ങളും ചില കോച്ചിംഗ് സെന്ററുകളും കേന്ദ്രീകരിച്ച് പുരോഗമിക്കുകയാണ്. ചോദ്യപേപ്പറിനായി വൻതുക കൈമാറിയത് ഏതു മാർഗം വഴിയാണെന്നതും CBI പരിശോധിച്ചു വരുന്നു. നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പരാതിയിൽ ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിലും ചില മാഫിയകൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. രക്ഷിതാക്കൾ വൻതുക ഇവർക്ക് നൽകിയതായും വിദ്യാർത്ഥികൾ മൊഴി നൽകിയ പശ്ചാത്തലമുണ്ട്. 24 ഡൽഹി. ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുഖ്യപ്രതി സഞ്ജീവ് മുഖിക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. നേരത്തെയും പല പരീക്ഷകളുടെയും ചോദ്യപേപ്പർ ചോർന്നതിൽ ഇയാൾ പ്രതിയാണ്. പരീക്ഷാ ക്രമക്കേടിൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധം പലയിടങ്ങളിലും സംഘർഷത്തിൽ കലാശിച്ചു. ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ നടത്തുന്ന 6 സെന്ററുകളിൽ NTA മാറ്റം വരുത്തി. ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കേസിൽ അറസ്റ്റിലായ സിക്കന്ദർ പ്രസാദിന്റെ മൊഴിയനുസരിച്ച് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് സഞ്ജീവ് മുഖിയ ആണെന്ന് വ്യക്തമായി. 2010 മുതലുള്ള പല ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലും പ്രതിയാണ് സഞ്ജീവ് മുഖിയ. അടുത്തിടെ നടന്ന ബീഹാർ PSC പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലും സഞ്ജീവിനും സംഘത്തിനും പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. കേസിൽ മുഖ്യപ്രതിയായ സഞ്ജീവ് മുഖിയയ്ക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ക്രമക്കേട് നടന്ന നീറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നും രാജ്യത്തെ തെരുവുകളിൽ പ്രതിഷേധം സജീവമായിരുന്നു. കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം പലയിടത്തും അക്രമാസക്തമായി. ഇതിനിടയിൽ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് 1563 വിദ്യാർത്ഥികൾക്ക് നടത്താനിരിക്കുന്ന പുനഃപരീക്ഷയുടെ 6 സെന്ററുകൾ NTA മാറ്റി. പുതിയ സെന്ററുകളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കിയായിരിക്കും പരീക്ഷ നടത്തുക. 24 ഡൽഹി. CSIR UGC നെറ്റ് പരീക്ഷ മാറ്റിവെച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ മാസം 25, 27 തീയതികളിൽ നടത്താനിരുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചത്. ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളും ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങളും കൊണ്ടാണ് പരീക്ഷ മാറ്റിവെക്കുന്നത് എന്നാണ് NTA വിശദീകരണം. പുതുക്കിയ പരീക്ഷാ തീയതി ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും അറിയിച്ചു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് ഇറങ്ങാനായില്ല. വിചാരണ കോടതി നൽകിയ ജാമ്യം ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ജാമ്യം റദ്ദാക്കണമെന്ന EDയുടെ ആവശ്യത്തിൽ 3 ദിവസത്തിനകം വിധി പറയും. ശക്തമായ വാദപ്രതിവാദമാണ് കോടതിയിൽ നടന്നത്. തന്റെ ജാമ്യം സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടി ഭരണഘടന ഉറപ്പ് നൽകുന്ന മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണെന്ന് അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. തനിക്കെതിരെ ഒരു തെളിവുമില്ല. ആരോപിക്കപ്പെട്ട പണം കണ്ടെത്താനും EDക്ക് സാധിച്ചിട്ടില്ല. പ്രതി ചേർക്കപ്പെട്ടവർ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ തുടർന്ന് തെറ്റായി നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കിയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കാര്യം വിശദമായി പരിശോധിച്ച് ബോധ്യപ്പെട്ടതിനാലാണ് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചതെന്നും കെജ്രിവാൾ കോടതിയിൽ വ്യക്തമാക്കി. ജാമ്യകാലാവധി നീട്ടാനായി കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ഉയർത്തിയ വാദമാണ് വിചാരണ കോടതി അംഗീകരിച്ചതെന്നായിരുന്നു ED ഹൈക്കോടതിയിൽ പറഞ്ഞത്. സുപ്രീം കോടതി തള്ളിയ വാദങ്ങൾ വിചാരണ കോടതി അംഗീകരിച്ചത് വലിയ വീഴ്ചയാണ്. കെജ്രിവാളാണ് അഴിമതിയുടെയും കള്ളപ്പണ ഇടപാടിന്റെയും ആസൂത്രകൻ. ഇക്കാര്യം കൃത്യമായി ബോധ്യപ്പെടുന്ന തെളിവുകൾ ഇതിനകം ലഭ്യമാണെന്നും ED വാദിച്ചു. ജാമ്യത്തിലിറങ്ങുന്ന കെജ്രിവാൾ തെളിവ് നശിപ്പിക്കാനാകും ശ്രമിക്കുകയെന്നും ED ആരോപിച്ചു. ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട കോടതി അപ്പീലിൽ ഉത്തരവ് 3 ദിവസത്തിനകം പുറപ്പെടുവിക്കാമെന്ന് വ്യക്തമാക്കി. R രാധാകൃഷ്ണൻ, 24 ഡൽഹി. കണ്ണീരായി കള്ളക്കുറിച്ചി. തമിഴ്നാട് കള്ളക്കുറിച്ചി മദ്യദുരന്തത്തിൽ മരണം 52ആയി. 30ലധികം പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കേസിൽ മുഖ്യപ്രതി ചിന്നദുരൈയടക്കം 2 പേർ കൂടി പിടിയിലായി. ഇന്നലെ അറസ്റ്റിലായ 3 പ്രതികളെ കോടതി ജൂലൈ 5 വരെ റിമാൻഡ് ചെയ്തു. സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കള്ളക്കുറിച്ചിയിൽ എത്തി. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിയമസഭയിലാണ് മരിച്ചവരുടെ എണ്ണം 50 പിന്നിട്ടതായി അറിയിച്ചത്. കള്ളക്കുറിച്ചിയിലടക്കം 30ലധികം പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്.
ഇതിനിടെ കേസിൽ മുഖ്യപ്രതി ചിന്നദുരൈയടക്കം 2 പേർ കൂടി ഇന്ന് പിടിയിലായി. ഏകദേശം 100-നടുത്ത വ്യാജമദ്യ കേസുകളിൽ ചിന്നദുരൈ പ്രതിയാണ്. കള്ളക്കുറിച്ചിയിൽ ചാരായത്തിൽ കലക്കാൻ മെഥനോൾ എത്തിച്ചു നൽകിയതും ചിന്നദുരൈയാണെന്ന് കണ്ടെത്തിയിരുന്നു. കേസിൽ ഇന്ന് പിടിയിലായ മറ്റൊരു പ്രതി മാതേഷാണ് പോണ്ടിച്ചേരിയിൽ നിന്നെത്തിച്ച മെഥനോൾ ചിന്നദുരൈയെ ഏൽപ്പിച്ചത്. നേരത്തെ ഇക്കിയാർകുപ്പം വിഷമദ്യ കേസിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. ഗുണ്ടാവിരുദ്ധ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച മാതേഷ് അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. അതേസമയം ഇന്നലെ അറസ്റ്റിലായ ഗോവിന്ദരാജ്, ദാമോദരൻ, വിജയ എന്നിവരെ കോടതി ജൂലൈ 5 വരെ റിമാൻഡ് ചെയ്തു. ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഇന്ന് കള്ളക്കുറിച്ചിയിലെത്തി. റിട്ടയർഡ് ജസ്റ്റിസ് ഗോകുൽദാസിന്റെ നേതൃത്വത്തിൽ കള്ളക്കുറിച്ചിയിൽ പ്രത്യേക യോഗം ചേർന്നു. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. 2 കൊടും ക്രിമിനലുകളിൽ വിഷയമൊതുക്കാനാണ് സർക്കാരിന്റെ ശ്രമം. എന്നാൽ രാഷ്ട്രീയ പോലീസ് പിൻബലമില്ലാതെ ഇതൊന്നും നടക്കില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തവുമാണ്. തൊലിപ്പുറത്തെ ചികിത്സയല്ല കള്ളക്കുറിച്ചിയിൽ വേണ്ടത്. ക്യാമറാമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കള്ളക്കുറിച്ചി. കള്ളക്കുറിച്ചി വ്യാജ മദ്യ ദുരന്തത്തെ ചൊല്ലി തമിഴ്നാട് നിയമസഭയിൽ ബഹളം. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. മദ്രാസ് ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. കേസ് CBIക്ക് കൈമാറണമെന്ന അണ്ണാ DMKയുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. SP വെങ്കടേശ്വരൻ പൊതുപ്പണിത്തുறை அமைச்சர் ചോദ്യോത്തരവേള നിർത്തിവെച്ച് കള്ളക്കുറിച്ചി വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അണ്ണാ DMK രംഗത്തെത്തിയത്. എന്നാൽ സ്പീക്കർ പ്രതിഷേധക്കാരെ പുറത്താക്കി. കള്ളക്കുറിച്ചി ചർച്ചയിൽ പ്രതിപക്ഷം പങ്കെടുക്കണമെന്ന മുഖ്യമന്ത്രിയുടെ അപേക്ഷ പരിഗണിച്ച സ്പീക്കർ അപ്പാവു അണ്ണാ DMK അംഗങ്ങളെ തിരിച്ചു വിളിച്ചെങ്കിലും അവർ സഭയിലെത്തിയില്ല. BJP പട്ടാളി മക്കൾ കക്ഷി അംഗങ്ങളും സഭ ബഹിഷ്കരിച്ചു. കേസ് CBIക്ക് കൈമാറണമെന്ന അണ്ണാ DMKയുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. വ്യാജമദ്യ ദുരന്തം സാധാരണമായി കാണാനാകില്ല. വ്യാജമദ്യം തടയാൻ കഴിഞ്ഞ 1 വർഷം എന്ത് നടപടിയെടുത്തുവെന്നും സാധാരണ ജനങ്ങളുടെ ജീവന് ആരുത്തരം പറയുമെന്നും ഹൈക്കോടതി ചോദിച്ചു. കേസിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. കള്ളക്കുറിച്ചി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി M K സ്റ്റാലിൻ കൂടുതൽ ധനസഹായം പ്രഖ്യാപിച്ചു. അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 5 ലക്ഷം രൂപയും 18 വയസ്സുവരെ പ്രതിമാസം 5000 രൂപയും നൽകും. ഒരു രക്ഷിതാവ് മരിച്ച കുട്ടികൾക്ക് 3 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. കള്ളക്കുറിച്ചിയിലെ വ്യാജമദ്യ ദുരന്തം DMKക്കെതിരായ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. മദ്രാസ് ഹൈക്കോടതിയുടെ വിമർശനം കൂടി വന്നതോടെ കൂടുതൽ പ്രതിസന്ധിയിലായി സർക്കാർ. ശ്രീകാന്ത് കവരിച്ചപ്പെട്ടതിനൊപ്പം കള്ളക്കുറിച്ചിയിൽ നിന്ന് മനേഷ് മൂർത്തി, 24 അന്വേഷണം തുടരുകയാണ്. വ്യാജമദ്യത്തിന്റെ വഴികൾ. തമിഴ്നാട്ടിൽ വ്യാജമദ്യ വിൽപ്പന ഇപ്പോഴും വ്യാപകമായി നടക്കുന്നുവെന്ന് റിപ്പോർട്ട്. ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാക്കി ഇരുചക്ര വാഹനങ്ങളിലാണ് വിൽപ്പന. അതേസമയം കള്ളക്കുറിച്ചി മദ്യദുരന്ത കേസിൽ അറസ്റ്റിലായ ചിന്നദുരൈ നിരവധി വ്യാജമദ്യ കേസുകളിൽ പ്രതിയാണെന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട്. പാക്കറ്റ് ചാരായവും അതുണ്ടാക്കുന്ന ദുരന്തവും പലകുറി കണ്ടിട്ടും തമിഴ്നാട്ടിൽ വ്യാജച്ചാരായ വിൽപ്പന ഇപ്പോഴും തകൃതി. ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാക്കി സാധാരണ തൊഴിലാളികളെ ലക്ഷ്യം വെച്ച് വിൽപ്പനക്കാരെത്തും. പരസ്യമായി നടത്തുന്ന വിൽപ്പനയുടെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടും അധികൃതർ അറിഞ്ഞ മട്ടില്ല. അതേസമയം കള്ളക്കുറിച്ചി മദ്യദുരന്ത കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതികളായ ചിന്നദുരൈയും മാതേഷും ചെറിയ മീനുകളല്ലെന്നാണ് വിവരം. ഏകദേശം 100-നടുത്ത വ്യാജമദ്യ കേസുകളിൽ ചിന്നദുരൈ പ്രതിയാണെന്ന സൂചനയുണ്ട്. കള്ളക്കുറിച്ചിയിൽ ചാരായത്തിൽ കലക്കാൻ മെഥനോൾ എത്തിച്ചു നൽകിയതും ഇതേ ചിന്നദുരൈയാണ്. കേസിൽ ഇന്ന് പിടിയിലായ മാതേഷാകട്ടെ നേരത്തെ എക്കിയാർകുപ്പം വിഷമദ്യ കേസിൽ അറസ്റ്റിലായിരുന്നു. ഗുണ്ടാവിരുദ്ധ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഇയാൾ അടുത്തിടെയാണ് പുറത്തിറങ്ങിയതും. രാജ്യം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തമാണ് കള്ളക്കുറിച്ചിയിലേത്. മരണസംഖ്യ ഇപ്പോഴും ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാജ മദ്യമാഫിയക്കെതിരെ കർശന നടപടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ക്യാമറാമാൻ മുഹമ്മദിനൊപ്പം കള്ളക്കുറിച്ചിയിൽ നിന്നും എസ് ശ്രീകാന്ത്, 24.
പൂനെയിൽ ഇൻസ്റ്റഗ്രാം റീലിനായി അപകടകരമായി അഭ്യാസ പ്രകടനം നടത്തിയ യുവതിയും സുഹൃത്തും അറസ്റ്റിൽ. പഴയൊരു കെട്ടിടത്തിൽ തൂങ്ങിക്കിടന്നായിരുന്നു റീൽ. സുഹൃത്ത് മിഹിർ ഗാന്ധിയുടെ കയ്യിൽ പിടിച്ച് മീനാക്ഷി സുലങ്കെ എന്ന യുവതിയാണ് തൂങ്ങിക്കിടന്നത്. വീഡിയോ ചിത്രീകരിക്കാൻ 3 പേർ ഉണ്ടായിരുന്നു. മീനാക്ഷിയും മിഹിറും പോലീസ് വിളിപ്പിച്ചത് പ്രകാരം സ്റ്റേഷനിലെത്തുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. 6 മാസം വരെ തടവ് കിട്ടാവുന്ന വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വീഡിയോ ചിത്രീകരിച്ചവർ ഒളിവിലാണ്. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുകയാണ്. 1 കിലോ ബീൻസിനും പച്ചമുളകിനും 100 രൂപയാണ് വില. തക്കാളിയുടെ വില 100-നോട് അടുക്കുകയാണ്. മത്തിവിലയും റെക്കോർഡിൽ തുടരുകയാണ്. വില വർധനയിൽ സാധാരണക്കാരുടെ കുടുംബ ബജറ്റും താളം തെറ്റി. എറണാകുളം ജില്ലയിൽ തക്കാളിയുടെ വില 100 രൂപയിലെത്തി. തലസ്ഥാനത്ത് 80-ഉം കോഴിക്കോട് 70-ഉമാണ് ശരാശരി വില. അടുത്ത ദിവസങ്ങളിൽ വില 100-നോട് അടുക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. നിത്യോപയോഗമായ സാധനങ്ങൾ എല്ലാത്തിൻ്റെയും, അതായത് മൈസൂർ എന്ന് പറഞ്ഞ ലോഡ്, അതായത് സ്വപ്പ ദൂരം എന്ന് പറഞ്ഞ എല്ലാ ലോഡിൻ്റെ വില 1-നായിട്ട് 3 മടങ്ങാട്ട് കൂടിയിട്ടുണ്ട്. എല്ലാ വർഷവും ഉണ്ടാവും. ഒരു സീസൺ കുറയുമ്പോൾ എല്ലാ വർഷത്തിലും വരും. അത് കഴിഞ്ഞ് വില കുറയുമ്പോൾ ജനങ്ങൾക്ക് അത് മറന്നും പോകും. പല പ്രശ്നങ്ങളും വന്നു പോയതല്ല, അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ ഇല്ലാതാവുകയാണ്. ഇഞ്ചിക്ക് തിരുവനന്തപുരത്ത് 240-ഉം കോഴിക്കോട് 140-ഉമാണ് വില. മുരിങ്ങയ്ക്ക 300, ബീൻസ് 100, പച്ചമുളക് 100, ക്യാരറ്റ് 60, കിഴങ്ങ് 40, പയർ 70, സവാള 40, ഉള്ളി 40, വെളുത്തുള്ളി 180 എന്നിങ്ങനെയാണ് വില വിവരം. നല്ല വിലയാണ് എല്ലാത്തിനും വേണം. അപ്പം ചുരുക്കി ചിലവാക്കാൻ വേണ്ടി ഭാര്യമാരോട് പറയും, പക്ഷെ അവരത് ശീലിക്കുന്നില്ല. 2 തക്കാളിൻ്റെ അടുത്ത് പഴയ 4 തക്കാളി ഇട്ടാൽ 2 തക്കാളി വരുമ്പോൾ 4 എടുത്ത്. അപ്പോൾ നമ്മൾക്ക് ചിലവ് കൂടുന്നുണ്ട്, വരുമാനം കുറവാണ്. ഇവിടെ 800 രൂപ 900 രൂപ കൂലി ഇട്ടുന്നവന് വീട്ടിൽ പോകുമ്പോൾ സാധനമൊക്കെ വാങ്ങി കഴിയുമ്പോൾ അവൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഒരിക്കലും മത്തില്ല, നമുക്ക് എന്തായാലും നടക്കില്ല. സാധാരണക്കാരുടെ സ്ഥിതി അതാണ്, നമ്മൾ സഹിക്കുക, അത്രയേ ഉള്ളൂ. ഉൽപാദനം കുറഞ്ഞതും മഴക്കെടുതി മൂലം വിളകൾ നശിച്ചതുമാണ് വില ഉയരാൻ കാരണം. മത്സ്യവിഭവങ്ങളും പിന്നിലല്ല. മത്തിക്ക് 300-ഉം അയലയ്ക്ക് 190-ഉം കോരയ്ക്ക് 160-ഉം ആവോലിക്ക് 700 രൂപ നൽകണം. വിപണിയിൽ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ വില ഇനിയും ഉയരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. മലപ്പുറം വയലത്തൂരിൽ ഓട്ടോമാറ്റിക് ഗേറ്റിനടിയിൽ കുടുങ്ങി 9 വയസ്സുകാരൻ മരിച്ചത് കഴുത്തിനേറ്റ പരുക്ക് മൂലമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തിന് ഒടിവുള്ളതായി റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയുടെ മരണവിവരം അറിഞ്ഞ മുത്തശ്ശി കുഴഞ്ഞു വീണു മരിച്ചു. മുഹമ്മദ് സിനാന്റെ കഴുത്തിന് ഇരുഭാഗത്തും ഗേറ്റ് അമർന്നത് മൂലമുണ്ടായ പരുക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തിന് ഒടിവുണ്ടായി. തിരൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ഇന്നലെ വൈകിട്ടാണ് വൈലത്തൂർ ചിലവിൽ കുന്നശ്ശേരി അബ്ദുൽ ഗഫൂർ സജില ദമ്പതികളുടെ മകൻ മുഹമ്മദ് സിനാൻ ഗേറ്റിനുള്ളിൽ കുടുങ്ങി മരിച്ചത്. അടുത്ത വീട്ടിലെ ഓട്ടോമാറ്റിക് ഗേറ്റ് കടന്ന പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. ഗേറ്റ് തുറക്കാനുള്ള സ്വിച്ച് അമർത്തി ഗേറ്റ് തുറന്നു തുടങ്ങിയാൽ ഉടനെ തന്നെ ഗേറ്റ് അടയാൻ കൂടിയുള്ള സ്വിച്ച് അമർത്തി ഗേറ്റ് അടയും മുൻപേ പുറത്തിറങ്ങുക എന്നതായിരുന്നു സിനാന്റെ കണക്ക് കൂട്ടൽ. എന്നാൽ കുട്ടി പുറത്തു കടക്കും മുൻപ് ഗേറ്റ് അടഞ്ഞു. സിനാൻ ഗേറ്റിനും മതിലിനുമിടയിൽ ഞെരിഞ്ഞു. കുട്ടിയുടെ ശരീരം പൂർണ്ണമായും ഒരു ഭാഗത്തല്ലാത്തതിനാൽ സെൻസറിനും തിരിച്ചറിയാനായില്ല. സംഭവ സമയത്ത് അപകടം നടന്ന വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ഏറെ നേരം ഗേറ്റിനുള്ളിൽ കുടുങ്ങി നിന്ന കുട്ടിയെ അയൽവാസിയാണ് ആദ്യം കണ്ടത്. കുട്ടി ഈ ഗേറ്റിൽ കുടുങ്ങി കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചതല്ല, ഷോക്ക് അടിച്ചിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എടുക്കാതെ എൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഈ കുട്ടിയുടെ ഒരു ബന്ധുവിനെ വിളിച്ചു കൊണ്ടുവരികയും അങ്ങനെ അവർ വിളിച്ചതനുസരിച്ച് ആ വീട്ടുകാർ ആ ഡോറ് തുറന്നപ്പോൾ കുട്ടി താഴോട്ട് വീഴാണ് ഉണ്ടായത്. അവിടുന്ന് ഓട്ടോറിക്ഷ കയറ്റി അവർ കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ നിന്നാണ് കുട്ടി മരിച്ചത്. വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ കുട്ടിയുടെ മുത്തശ്ശി കുഴഞ്ഞു വീണു മരിച്ചു. ഗഫൂറിന്റെ മാതാവ് പാങ് കല്ലങ്ങാട്ടുകുഴിയിൽ ആസിയ രാത്രി 10 മണിയോടെയാണ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. മുഹമ്മദ് സിനാനെയും ആസിയയെയും വൈലത്തൂർ ചെലവിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. 24 തിരൂർ. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്ക്. സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം പരിഹരിക്കാൻ ഇളവുകൾ പ്രഖ്യാപിച്ച സിനഡ്. ജൂലൈ 3-ന് ശേഷം ഞായറാഴ്ചകളിൽ ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കണം എന്നതാണ് പുതിയ നിർദ്ദേശം. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. എബിൻ, വിവരങ്ങൾ. പ്രവിധ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായ കുർബാന തർക്കത്തിൽ ചെറിയ ഇളവുകളാണ് ഇപ്പോൾ സിനഡിന് ശേഷമുള്ള സർക്കുലറിൽ പറയുന്നത്. പൂർണ്ണമായും ഇളവുകൾ എന്ന് പറയാൻ പറ്റില്ല. അതായത് നേരത്തെ 2024 ജൂൺ 9-ന്, അതായത് ഈ മാസം 9-ാം തീയതി ഒരു സർക്കുലർ മേജർ ആർച്ച് ബിഷപ്പ് പുറത്തിറക്കിയിരുന്നു. അതായത് ജൂലൈ 3-ന് ശേഷം ഏകീകൃത രീതിയിലല്ലാത്ത കുർബാന അർപ്പിക്കുന്ന വൈദികരെയും സഭയിൽ നിന്ന് പുറത്താകുമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇപ്പോൾ പുതിയ സർക്കുലറിൽ പറയുന്നത്
ഞായറാഴ്ചകളിലും വിശേഷമുള്ള ദിവസങ്ങളിൽ, അതായത് കടമുള്ള ദിവസങ്ങൾ എന്ന് പറയും, ഈ ഒരു കുർബാനയെങ്കിലും സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത രീതിയിൽ അർപ്പിച്ചു തുടങ്ങുന്ന വൈദികർക്കെതിരെ ഈ നേരത്തെയുള്ള സർക്കുലർ പ്രകാരം നടപടിയെടുക്കില്ല. എന്നാൽ ആ സർക്കുലർ സാധുവായി തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നടപടി എടുക്കില്ല. ഒരു കുർബാന ഏകീകൃത രീതിയിൽ നടത്തണം. എന്നാൽ ജൂലൈ 3 ശേഷം ഏകീകൃത രീതിയിൽ ഒരു കുർബാനയെങ്കിലും ഞായറാഴ്ചകളിൽ അർപ്പിക്കാത്ത വൈദികർക്കും ഇടവകർക്കുമെതിരെ നടപടി എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഈ സെമിനാരികളിലും സമർപ്പിത ഭവനങ്ങളിലും ഏകീകൃത രീതിയിലുള്ള കുർബാന മാത്രമാണ് അർപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം വരുന്നു. ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള സമയക്രമം, അതായത് പുതിയ സമയക്രമം നിശ്ചയിക്കുന്നത് ഇനിയുള്ള സിനഡിന് ശേഷമായിരിക്കുമെന്നും സർക്കുലർ പറയുന്നു. പൂർണ്ണമായും ഇളവുകൾ വേണമെന്നുള്ളതായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെയും അൽമായരുടെയും ആവശ്യം. അതായത് ജനാഭിമുഖ കുർബാന ഔദ്യോഗികമായി അംഗീകരിക്കണം, എല്ലാ കുർബാനകളും ജനാഭിമുഖമായി തന്നെ തുടരുമെന്നുള്ളതായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെയും അതുപോലെ തന്നെ അൽമായയുടെയും ആവശ്യം. എന്നാൽ അത് പൂർണ്ണമായും അനുവദിച്ചിട്ടില്ല. എന്നാൽ ചെറിയ ഇളവുകൾ, അതായത് നേരത്തെ പറഞ്ഞ സർക്കുലറിൽ ജൂലൈ 3 ശേഷം ഒരു പള്ളികളിലും ഇല്ലാത്ത കുർബാന പാടില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ ചെറിയ ഇളവ് നൽകിയിരിക്കുന്നത് ഞായറാഴ്ചകളിൽ ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ ചൊല്ലുന്ന വൈദികർക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇതിനി എതിർഭാഗം ഏത് രീതിയിലാണ് ഇതിന് മറുപടി നൽകുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. പ്രവിധ. രേബൻ സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം പരിഹരിക്കാനാണ് ചെറിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് എബിൻ ജോസ് നൽകിയത്. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടുകൊമ്പൻ കബാലി ആംബുലൻസ് തടഞ്ഞു. വയനാട്ടിൽ ബൈക്ക് യാത്രികർക്ക് നേരെ കാട്ടാനകൾ പാഞ്ഞെടുത്തു. തമിഴ്നാട് സ്വദേശികളായ ബൈക്ക് യാത്രികർ വാഹനം ഉപേക്ഷിച്ച് ഓടിയതോടെ തലനാരിഴയ്ക്ക് വൻ ദുരന്തമൊഴിവായി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ആനയുടെ ആക്രമണത്തിൽ നിന്ന് യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അമ്പലപ്പാറ ഗേറ്റിന് സമീപം തൊട്ടപ്പുര ഭാഗത്ത് വെച്ചാണ് കബാലി ആംബുലൻസ് തടഞ്ഞത്. ബുധനാഴ്ച വൈകിട്ട് അടിച്ചിൽ തൊട്ടിയിൽ വെച്ച് കബാലിയെ കണ്ട് ഭയന്നോടിയ ആദിവാസി യുവാവ് മുരുകസ്വാമിക്ക് പരിക്കേറ്റിരുന്നു. മുരുകസ്വാമിയെ ചാലക്കുടിയിലെ ആശുപത്രിയിൽ ഇറക്കിയ ശേഷം തിരിച്ചുവരികയായിരുന്ന ആംബുലൻസാണ് ഇന്നലെ രാത്രി ഇതേ ആന തടഞ്ഞത്. അതേസമയം വെറ്റിലപ്പാറ അരൂർമുഴി ഭാഗത്തും കാട്ടാനക്കൂട്ടം ഇറങ്ങി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇന്നും ചാലക്കുടി പുഴയ്ക്ക് നടുവിലായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ടുണ്ട്. അതിനിടെ കോഴിക്കോട് മൈസൂർ റോഡിലെ മുത്തങ്ങയിൽ ഇന്നലെ വൈകിട്ടാണ് കാട്ടാനക്കൂട്ടം യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തത്. തമിഴ്നാട് സ്വദേശികളായ ബൈക്ക് യാത്രികർ വാഹനം ഉപേക്ഷിച്ച് ഓടിയതോടെ തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവായി. അട്ടപ്പാടി മരപ്പാലത്ത് വനത്തിൽ 2 ആഴ്ചയോളം പഴക്കമുള്ള കാട്ടാനയുടെ ജഡം കണ്ടെത്തി. അഴുകിയ നിലയിലാണ് ജഡം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. വയനാട് കേണിച്ചിറ എടക്കാടിൽ വീണ്ടും കടുവയിറങ്ങി. കഴിഞ്ഞ ദിവസം കൊന്ന പശുവിനെ ഭക്ഷിക്കാനാണ് കടുവയെത്തിയത്. കടുവയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. തെക്കേ പുന്നപ്പിള്ളിൽ വർഗീസിന്റെ 3 വയസ്സ് പ്രായമുള്ള കറവ പശുവിനെയാണ് ഇന്നലെ കടുവ കൊന്നത്. ഇതിനുശേഷം വനംവകുപ്പ് 3 ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇന്ന് കൂട് സ്ഥാപിക്കുന്ന വിവരമറിഞ്ഞ് സ്ഥലത്ത് നാട്ടുകാരെത്തിയിരുന്നു. വൈകിട്ട് 3:45 കുരങ്ങുകൾ അസാധാരണമായ ശബ്ദമുണ്ടാക്കി. ഇതോടെ ആളുകൾ സ്ഥലത്തു നിന്നും മാറി. ഇതിനിടയിലാണ് കടുവയെത്തി ജഡം തിന്നാൻ ശ്രമിച്ചത്. പശുവിനെ കഴിക്കാൻ വേണ്ടി വർഗീസ് ചെല്ലുമ്പോഴാണ് വർഗീസിന്റെ ഒരു 10 മീറ്റർ മുമ്പിൽ കടുവ പശുവിനെ തിന്നുകൊണ്ടിരിക്കുന്ന രംഗം വർഗീസ് കാണുന്നത്. വിദിതമായ അന്തരീക്ഷമായിരുന്നു. ആളുകളെല്ലാം കൂടി ഫോറസ്റ്റുകാരെ അറിയിച്ചു. ഫോറസ്റ്റുകാർ വന്നു. രാത്രി തന്നെ ക്യാമറ വെച്ചു. അപ്പോൾ രാവിലെ സ്വാഭാവികമായിട്ടും അതിനകത്ത് ക്യാമറ ട്രാപ്പിനകത്ത് പെട്ടു എന്നൊക്കെ നിലയിൽ ഫോറസ്റ്റുകാർ പറയുന്നുണ്ട്. ഏതായാലും വൈകുന്നേരം ആയപ്പോഴത്തേക്കും കൂട് വെക്കാനുള്ള സാഹചര്യം ഫോറസ്റ്റുകാരുണ്ടാക്കി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൂട് സ്ഥാപിച്ചു. പശുവിന്റെ ജഡം തന്നെയാണ് കെണിയിൽ വെച്ചിരിക്കുന്നത്. കൂട് വെച്ചതിന്റെ 200 മീറ്റർ അകലെയാണ് വനമേഖല. 24 വയനാട്. ഇടുക്കി കല്ലാറിൽ പാപ്പാനെ ആന ചവിട്ടിക്കുന്ന കേരള ഫാംസ് ആന സഫാരി കേന്ദ്രം വനംവകുപ്പ് അടപ്പിച്ചു. ആനയുടമയ്ക്കും സ്ഥാപന നടത്തിപ്പുകാർക്കുമെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസെടുത്തു. ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം ആന സഫാരി കേന്ദ്രങ്ങൾക്കും ലൈസൻസ് ഇല്ലെന്ന് വനംവകുപ്പ് കണ്ടെത്തി. കേരള ഫാംസ് ആന സഫാരി കേന്ദ്രത്തിൽ വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തി. ഇന്നലെ 2ാം പാപ്പാനെ ചവിട്ടിക്കൊന്ന ലക്ഷ്മി എന്ന ആനയ്ക്ക് പെർഫോമിംഗ് അനിമൽ ആക്ട് പ്രകാരമുള്ള അനുമതിയില്ല. മുൻപും അക്രമ സ്വഭാവം കാട്ടിയിട്ടുള്ള ആനയാണ് ലക്ഷ്മി.
ഇതോടെയാണ് കേരള ഫാംസ് ആനസവാരി കേന്ദ്രം പൂട്ടാൻ വനംവകുപ്പിന്റെ ഉത്തരവ്. അനുമതിയില്ലാത്ത ആനയെ ഉപയോഗിച്ചതിന് ആനയുടമ കോട്ടയം സ്വദേശി ജലാലുദ്ദീൻ, നിലവിൽ ആനയെ പരിപാലിക്കുന്ന രവീന്ദ്രൻ, ആനസഫാരി കേന്ദ്രം നടത്തിപ്പുകാരൻ കോഴിക്കോട് സ്വദേശി ബിജേഷ് എന്നിവർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. പെർഫോമിംഗ് അനിമൽസ് ആക്ട് 2001 വന്യജീവി സംരക്ഷണ നിയമപ്രകാരവുമാണ് കേസ്. ഇടുക്കിയിൽ ആനസഫാരിക്ക് അനുമതിയുള്ളത് 3 ആനകൾക്ക് മാത്രമാണ്. അനുമതിയുള്ള ആനകളെ മറയാക്കി കൂടുതൽ ആനകളെ ഉപയോഗിച്ച് സഫാരി നടത്തുകയാണ് ഇവിടങ്ങളിലെ രീതി. അനധികൃതമായി പ്രവർത്തിക്കുന്ന മുഴുവൻ സഫാരി കേന്ദ്രങ്ങൾക്കും സ്റ്റോപ്പ് മെമ്മോ നൽകി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സോഷ്യൽ ഫോറസ്ട്രി ACFന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 24 ഇടുക്കി. ഇപ്പോൾ വരുന്നൊരു അപകട വാർത്തയിലേക്കാണ്. കാസർഗോഡ് കുമ്പളയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കൊടിയമ്മ പേപ്പിനടുക്ക സ്വദേശി അസ്കറാണ് മരിച്ചത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു. അരുൺ, ഈ അപകടമുണ്ടായത് എങ്ങനെയാണ്? വൈകിട്ട് രാത്രി 9:15 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. മംഗളൂരുവിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് മീൻ കയറ്റി വരികയായിരുന്നു ലോറി. എതിർദിശയിൽ വന്ന യമഹ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. വാഹനങ്ങളുടെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൊടിയമ്മ പേപ്പിനടുക്കയിലെ അസ്കർ ബൈക്ക് യാത്രികനാണ്. അദ്ദേഹം സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. യുവാവിന്റെ മൃതദേഹം കുമ്പള സഹകരണ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഇത് കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വാഹനങ്ങളുടെ അമിത വേഗമാണ് ഈ ഒരു അപകടം ഉണ്ടാവാൻ കാരണമായതെന്നാണ് പറയുന്നത്. ദേശീയപാത ആരിക്കാടിയിലാണ് ഈ 1-ാം ഗേറ്റിന് സമീപമാണ് ഈ അപകടം ഉണ്ടായത്. പ്രവിധ, ശരി, ദിനം പ്രതി വാഹനാപകടങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരികയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് കാസർഗോഡ് നിന്നുള്ള വാർത്തയാണ്. കുമ്പളിയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. വാഹനങ്ങളുടെ അമിത വേഗമാണ് അപകടത്തിന് കാരണം എന്നതാണ് വിവരം. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വഴി കടത്താൻ ശ്രമിച്ച 1 കോടി രൂപ വില വരുന്ന അരി പിടികൂടി. കയറ്റുമതിക്ക് നിരോധനമുള്ള അരിയാണ് ഉപ്പെന്ന വ്യാജേന കടത്താൻ ശ്രമിച്ചത്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, ഈ കടത്താൻ ശ്രമിച്ച അരി ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? എങ്ങനെയാണ് ഇവർ കടത്താൻ ശ്രമിച്ചത്? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? പ്രവിധ, UK-യിലേക്കാണ് ഈ അരിക്കടത്തിനുള്ള ശ്രമം നടന്നത്. തമിഴ്നാട്ടിലെ ഒരു സ്ഥാപനത്തിന്റെ പേരിലുള്ള കണ്ടെയ്നറുകളാണ് ഇന്ന് കസ്റ്റംസ് ഇന്റലിജൻസ് പിടിച്ചെടുത്തിരിക്കുന്നത്. 3 കണ്ടെയ്നറുകളായി 1 കോടി രൂപയിലധികം വില വരുന്ന അരിയുടെ ശേഖരമാണ് കണ്ടെത്തിയത്. ഇത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വഴി കടത്താനാണ് ഈ സംഘം ശ്രമിച്ചിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കയറ്റുമതിക്ക് നിരോധനമുള്ള അരിയാണ് ഈ കടത്താൻ ശ്രമിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഉപ്പ് എന്ന വ്യാജേനമാണ്, ഉപ്പ് എന്നുള്ള ലേബലിലാണ് ഇത് കടത്താൻ ശ്രമിച്ചത് എന്നും ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട്. 1 മാസത്തിനിടെ ഇത്തരത്തിൽ 10-ലധികം കണ്ടെയ്നർ വഴി അരി കടത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. അതും മുൻകാലങ്ങളിൽ പിടിച്ചെടുത്തിരുന്നു. ഇത് 3 കോടിയോളം രൂപ വില വരുന്ന അരി നേരത്തെ പിടിച്ചെടുത്തു. അതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കണ്ടെത്തൽ കൂടി കസ്റ്റംസ് ഇന്റലിജൻസ് നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് ഇതിനോടകം കടന്നിട്ടുണ്ട്. 2 കണ്ടെയ്നറുകൾ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുമുണ്ട്. പ്രവിധ, ശരി, വല്ലാർപാടം ടെർമിനലിലാണ് സംഭവം. അരി കടത്താൻ ശ്രമിക്കുകയായിരുന്നു. 1 കോടി രൂപ വില വരുന്ന അരിയാണ് പിടികൂടിയത്. യൂറോ കപ്പ് ഫുട്ബോളിൽ യുക്രൈന് ജയം. 1-2 ഗോളിന് സ്ലൊവാക്യയെ തോൽപ്പിച്ചു. ആദ്യ പകുതിയിൽ പിന്നിലായിരുന്ന യുക്രൈൻ 2-ാം പകുതിയിൽ 2 ഗോൾ തിരിച്ചടിച്ചാണ് ജയിച്ചു കയറിയത്. ജയത്തോടെ പ്രീ ക്വാർട്ടർ പ്രതീക്ഷകളും യുക്രൈൻ നിലനിർത്തി. യൂറോ കപ്പിൽ ഇന്ന് ഫ്രാൻസ് നെതർലൻഡ്സ് സൂപ്പർ പോരാട്ടം. ജയിക്കുന്നവർ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. മൂക്കിന് പരിക്കേറ്റ എംബാപ്പെ ഫ്രാൻസിനായി കളിച്ചേക്കും. ആദ്യ മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ സെൽഫ് ഗോളിൽ കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു ലോകകപ്പ് റണ്ണറപ്പുകളായ ഫ്രാൻസ്. കിലിയൻ എംബാപ്പയും അന്റോയിൻ ഗ്രീസ്മാനും ഉസ്മാൻ ഡെംബേലയും ഒലിവർ ജിറൂഡുമൊക്കെ ഉണ്ടായിട്ടും വല നിറയ്ക്കുന്നതിൽ ഫ്രഞ്ചുകാർ പരാജയമായി. പ്രീ ക്വാർട്ടറിലേക്ക് സുഗമമായി മുന്നേറണമെങ്കിൽ ഇന്ന് നെതർലൻഡ്സിനെതിരെ ആ കളി പോരാതെ വരും ദിദിയർ ദശാംസിന്റെ ടീമിന്. പ്രത്യേകിച്ച് മൂക്കിന് പരിക്കേറ്റ നായകൻ എംബാപ്പെ കളിക്കാതെ കൂടെ ഇരിക്കുന്ന സാഹചര്യത്തിൽ. പോളണ്ടിനെതിരെ 2-1 മിന്നും ജയത്തോടെയായിരുന്നു നെതർലാൻഡ്സിന്റെ തുടക്കം. വിർജിൽ വാൻഡേക്ക് നയിക്കുന്ന ഓറഞ്ച് പ്രതിരോധം ഭേദിക്കാൻ ഫ്രാൻസ് പണിപ്പെടേണ്ടി വരും. മത്സരം സമനിലയിലാക്കാനായാൽ പോലും ഗുണം നെതർലാൻഡ്സിനാണ്. സ്പോർട്സ് ഡെസ്ക് 24. കേരള ക്രിക്കറ്റിന് ഊർജ്ജം പകരാൻ കേരള ക്രിക്കറ്റ് പ്രീമിയർ ലീഗുമായി KCA 2024 സെപ്റ്റംബറിൽ ഫ്രാഞ്ചൈസി മോഡൽ പ്രീമിയർ ലീഗ് നടത്തുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു. 2020 ഫോർമാറ്റ് ടൂർണമെന്റിൽ BCCI ICC നിയമങ്ങൾ അനുസരിച്ച് 6 ടീമുകൾ മാറ്റുരയ്ക്കും. ദിവസവും ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 7 മണിക്കും 2 മത്സരങ്ങൾ നടക്കും. ലേലത്തിലൂടെയായിരിക്കും കളിക്കാരെ തിരഞ്ഞെടുക്കുക.
മന്ത്രിയായതിനു ശേഷം ആദ്യ പരിഗണന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനെന്ന് നിയുക്ത മന്ത്രി OR കേളു 24നോട്. അതിനിടെ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പുകൾ OR കേളുവിന് നൽകാത്തതിൽ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ജില്ലയിലെ CPMൽ നിന്നുള്ള ആദ്യ മന്ത്രിയായി ചുമതലയേൽക്കാൻ പോകുന്ന OR കേളുവിന്റെ സ്ഥാനലബ്ധിയുടെ ആഹ്ലാദത്തിലാണ് വയനാട്. CPM സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം തിരുനെല്ലിയിലെ വീട്ടിലെത്തിയ കേളുവിന് ഊഷ്മള സ്വീകരണമാണ് നാട്ടുകാർ നൽകിയത്. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്കാണ് പ്രഥമ പരിഗണനയെന്ന് കേളു 24നോട് പറഞ്ഞു. SC/ST ക്ഷേമ ഫണ്ടുകളുടെ ഫലപ്രദമായ വിനിയോഗം, ആരോഗ്യമേഖലയിലെ പ്രശ്നപരിഹാരം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകും. വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. അപ്പോൾ ആ കാര്യത്തിൽ നിലവിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്ന് ആ പദ്ധതിയിൽ കാര്യക്ഷമമായി ഇടപെടാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റ് പ്രധാന വകുപ്പുകൾ നൽകാത്തതിനെതിരെ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്തെത്തി. ഒരു മന്ത്രി രാജിവെക്കുമ്പോൾ ആ മന്ത്രി ഉണ്ടായിരുന്ന വകുപ്പുകളിൽ വലിയ വിഭാഗം വകുപ്പുകൾ മാറ്റപ്പെട്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് വ്യക്തമാകുന്നില്ല. കേളു കഴിവില്ലാത്ത ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വകുപ്പുകൾ എടുത്തുമാറ്റിയത് പട്ടികവർഗക്കാരനായ OR കേളുവിനോടുള്ള അവഹേളനമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പുകൾ ഏറ്റെടുക്കേണ്ടെന്ന നിലപാടെടുത്തത് താനാണെന്നും മുഖ്യമന്ത്രി ഈ വകുപ്പുകൾ തന്നിരുന്നെങ്കിൽ നിരാകരിക്കുമായിരുന്നുവെന്നും OR കേളുവിന്റെ മറുപടി. 24 വയനാട്. CSI ദക്ഷിണകേരള മഹാ ഇടവകയുടെ ഭരണ പ്രതിസന്ധിയിൽ മഹാ ഇടവകയുടെ ഭരണം തങ്ങൾക്കാണെന്ന് ചൂണ്ടിക്കാട്ടി ബിഷപ്പ് റോയിസ് മനോജ് വിക്ടർ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ജസ്റ്റിസ് TR രവിയാണ് ഹർജി തീർപ്പാക്കിയത്. സുപ്രീം കോടതി വിധിക്ക് ശേഷമേ അധികാരം ആർക്കെന്ന് പറയാൻ കഴിയുമെന്ന് കോടതി പറഞ്ഞു. സുപ്രീം കോടതി വിധി വരും വരെ ഇരുവിഭാഗത്തിനും അധികാരമുണ്ടായിരിക്കില്ലെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ദക്ഷിണ കേരള മഹാ ഇടവകയുടെ സെക്രട്ടറിയായിരുന്ന പ്രവീൺ TT നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇന്നലെ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. സഭാ തർക്കത്തെ തുടർന്ന് ബിഷപ്പ് റോയിസ് മനോജിന് ഭരണ ചുമതല നൽകിയ നടപടി റദ്ദാക്കി മുൻ കമ്മിറ്റിയെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രവീൺ ഹൈക്കോടതിയെ സമീപിച്ചത്. വാർത്തകളിലേക്ക് വീണ്ടും. പൂവച്ചൽ ഖാദർ കൾച്ചറൽ ഫോറം മാധ്യമ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മികച്ച അവതാരകനുള്ള പുരസ്കാരം 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ S വിജയകുമാറും മികച്ച വിഷ്വൽ സ്റ്റോറിക്കുള്ള പുരസ്കാരം 24 സീനിയർ റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദും ഏറ്റുവാങ്ങി. ചീഫ് വെബ് ഡോക്ടർ N ജയരാജാണ് പുരസ്കാരം കൈമാറിയത്. മികച്ച കോമഡി ഷോയ്ക്കുള്ള പുരസ്കാരം ഫ്ലവേഴ്സിലെ ഇത് ഐറ്റം വേറെ എന്ന പരിപാടിക്കും പോസിറ്റീവ് മീഡിയ പേഴ്സണിനുള്ള അവാർഡ് ഫ്ലവേഴ്സ് ചീഫ് പ്രൊഡ്യൂസർ അമരവിള സതീഷിനും സമ്മാനിച്ചു. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ, നടൻ സൈജു കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്റെ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനങ്ങൾക്ക് ഞായറാഴ്ച തുടക്കം കുറിക്കുകയാണ്. മലപ്പുറം ജില്ലയിലാണ് ആദ്യ സമ്മേളനം. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി വിദ്യാർത്ഥികൾക്കും പ്രേക്ഷകർക്കും എങ്ങനെ പേര് രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. ഒരു എക്സ്പ്ലെയിനറിലേക്കാണ് ഇനി. മലപ്പുറത്ത് വെച്ച് നടക്കുന്ന 24 ജില്ലാ സമ്മേളനത്തിന് പങ്കെടുക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണോ? QR കോഡ് സ്കാൻ ചെയ്ത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം? നിങ്ങളുടെ ഫോണിൽ QR കോഡ് സ്കാനർ ഉണ്ടോ? ഫോണിൽ QR കോഡ് സ്കാനർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ QR കോഡ് ഉപയോഗിച്ചുള്ള രജിസ്ട്രേഷന് തയ്യാറല്ലേ? അപ്പോൾ വേഗം ഫോൺ എടുത്തോളൂ. 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട എല്ലാ പരസ്യങ്ങളിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു QR കോഡ് കാണാം. രജിസ്ട്രേഷനായി ഫോണിൽ QR കോഡ് സ്കാനർ അല്ലെങ്കിൽ QR കോഡ് റീഡർ ഓപ്പൺ ചെയ്യുക. QR സ്കാനർ ഓപ്പൺ ആയാൽ കോഡിന് നേരെ പിടിച്ച് സ്കാൻ ചെയ്യാം. ഇപ്പോൾ സ്ക്രീനിൽ ഒരു ലിങ്ക് കാണാം. അതാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോമിലേക്കുള്ള ലിങ്ക്. ഇപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ഫോം തുറന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഫോം പൂരിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും പൂരിപ്പിക്കാൻ പറ്റും? ഉറപ്പായും പറ്റും. അപ്പോൾ ഈ SSLCയിൽ ഫുൾ A+ കിട്ടിയവർക്കും പ്രേക്ഷകർക്കും ഒരേ ഫോമാണോ? അല്ലല്ലോ, രണ്ടും തമ്മിൽ ഇപ്പോൾ ഒരു വ്യത്യാസവും ഇല്ലേ? ചെറിയൊരു വ്യത്യാസമുണ്ട്. സ്കൂളിന്റെ പേരും ചേർക്കണം, മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഫോം പൂരിപ്പിക്കാൻ റെഡിയല്ലേ? ഫോമിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥിയാണോ? യെസ്, നോ എന്ന 2 ഓപ്ഷനുമുണ്ട്. സംശയം വേണ്ട, എല്ലാ വിഷയങ്ങളും A+ നേടിയ വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ യെസ് എന്ന് മാർക്ക് ചെയ്യാം. ഇനി അതല്ല, സമ്മേളനത്തിൽ പങ്കെടുക്കാനാണെങ്കിൽ നോ എന്ന് മാർക്ക് ചെയ്യാം. ആദ്യ കോളത്തിൽ പേര്, അടുത്ത കോളത്തിൽ മേൽവിലാസം. മേൽവിലാസം എഴുതുമ്പോൾ വീട്ടുപേര്, പ്രദേശം,
ഏറ്റവും എളുപ്പത്തിൽ ഒരു കത്ത് കിട്ടാൻ പാകത്തിന് വീട്ടു നമ്പർ, ലെയിൻ, ഏറ്റവും അടുത്തുള്ള ലാൻഡ്മാർക്ക് എന്നിവ സൂചിപ്പിക്കുക. DOB എന്ന് കാണുന്നിടത്ത് ജനന തീയതി, ഇമെയിൽ മേൽവിലാസം രേഖപ്പെടുത്താനുള്ള കോളമാണ് നാലാമതുള്ളത്. അഞ്ചാമതായി ഫോൺ നമ്പറും പൂരിപ്പിച്ച് സെൻഡ് ബട്ടൺ അമർത്തുക. ഇനി നിങ്ങളൊരു വിദ്യാർത്ഥിയാണ്, യെസ് എന്നാണ് മാർക്ക് ചെയ്തതെന്ന് കരുതുക. രജിസ്ട്രേഷൻ ഫോമിൽ ചില കോളങ്ങൾ കൂടി പ്രത്യക്ഷപ്പെടും. 1 സ്കൂളിന്റെ പേര്, 2 മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, 3 താലൂക്ക്. ഇനി സെൻഡ് ബട്ടൺ അമർത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. നിങ്ങളുടെ ഏത് സംശയത്തിന് മറുപടി പറയാൻ ഞങ്ങൾ റെഡിയാണ്. ഒന്ന് വിളിച്ചാൽ മാത്രം മതി. 8111991260, 8111991602. അപ്പോൾ മറക്കണ്ട, ജൂൺ 23 ഞായറാഴ്ച 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം മലപ്പുറത്ത്. ഏവർക്കും സ്വാഗതം. പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.